ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ശനിയാഴ്ച വൈകിട്ടാണ് ഞാൻ മോടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. നാളെ ഒരു കല്യാണമുണ്ട്. കല്യാണം ആരുടെയാണെന്ന് വെച്ചാൽ അണ്ണൻ്റെ കൂട്ടുകാരൻ്റെ ആണ്. അപ്പം നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ് ആസാൻ്റെ കല്യാണമാണ്. കൊച്ചിൻ്റെ വീട് കോന്നിയിലാണ്. അപ്പം ഞാൻ കല്യാണത്തിന് ഇടാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഷേപ്പൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ പോയിട്ട് തയ്യക്കടയിൽ പോയി അതൊന്ന് ഷേപ്പൊക്കെ അടിക്കാൻ പോവുകയാണേ. അവിടെ പോയി ഷേപ്പൊക്കെ അടിച്ചുകൊണ്ട് വെപ്രാളം പിടിച്ച് വീട്ടിൽ വന്ന് ഇതാണ് എൻ്റെ വൈറ്റ് കളർ ഡ്രസ്സ്, ഇതാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ സമയമില്ലായിരുന്നു ഒന്നിനും, വെപ്രാളം പിടിച്ചുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ഇത് മെറൂൺ കളറിലൊരു ഫ്രോക്കാണ് മോളിട്ടത്, ഒരു കോട്ടും സൂട്ടുമാണ് മോനിട്ടത്. അപ്പോൾ അണ്ണൻ രാവിലെ തന്നെ റെഡിയായിട്ട് കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അണ്ണനെ ഒരുക്കാൻ വേണ്ടിയിട്ട്, ഒരു കൂട്ടുകാരാണല്ലോ. അപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ എന്നൊരു മുട്ടയും പുഴുങ്ങി പീനട്ട് ബട്ടറും ബ്രെഡുമായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. അതിനിടയ്ക്കൂടെ സമയമില്ലാത്തപ്പോൾ എൻ്റെ മോള് പറയും, അമ്മ എൻ്റെ കാലിലൊരു മൈലാഞ്ചി ഒന്നിട്ട് തരുമോ. അപ്പോൾ നമ്മൾ സമയമില്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മൈലാഞ്ചി എല്ലാം ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയാവുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കോന്നി ഓഡിറ്റോറിയത്തിൽ പോയത്. അണ്ണൻ കല്യാണം കഴിക്കുന്ന വെച്ചിട്ട് കോന്നിയിലാണ്. അപ്പോൾ കോന്നിയിലുള്ളൊരു ഓഡിറ്റോറിയമായിരുന്നു, അവിടെ പോയി. എന്നിട്ട് ഇവരൊക്കെ ആണുങ്ങളൊക്കെ അങ്ങ് നിക്കാഹിന് പോയിട്ടുണ്ടായിരുന്നു. ഞാനും മോളും അണ്ണൻ്റെ കൂട്ടുകാരൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് അവരൊരു 12 മണി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നിക്കാഹ് കഴിഞ്ഞ് വന്നു. ചെറുക്കനെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി. കല്യാണ ചെറുക്കൻ, അതായത് ആസാണിന് ഭയങ്കര ടെൻഷനായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് പറയും, അണ്ണൻ ഏറ് കുറച്ച് വിട്. അണ്ണൻ ഏറ് പിടിച്ചിരിക്കുന്നതിൻ്റെ കൂട്ടി ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര ടെൻഷനായിരുന്നു അണ്ണന്. അണ്ണൻ പൊതുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ വരുത്തില്ല. അണ്ണന് വലിയ താല്പര്യമില്ല. പക്ഷേ ഇന്നലെ അണ്ണൻ ഫോട്ടോ എടുത്ത് അണ്ണൻ്റെ ഇടപാടിളകിയിട്ടുണ്ട് കേട്ടോ. അണ്ണനും നല്ല ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ അവരുടെ കല്യാണം കഴിഞ്ഞു, മഹറൊക്കെ കൊടുത്തു, കല്യാണം കഴിഞ്ഞു. പിന്നെ അവർ കേക്കും മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിലെല്ലാം കഴിഞ്ഞു അൽഹംദുലില്ലാ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളിതെല്ലാം അടിച്ചു പൊളിച്ചു. അപ്പോൾ നമുക്ക് അണ്ണന് ഗൾഫിലോട്ട് പോകാൻ നിൽക്കുക. പക്ഷേ ഈ കല്യാണം പ്രമാണിച്ച് ടിക്കറ്റ് ഇങ്ങനെ നീട്ടി എടുത്തതാണ്. അങ്ങനെ പാട്ട് പോയോ? ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അവർ കൂട്ടുകാർ ക്ലബ്ബുകാരൊക്കെ ഫോട്ടോ എടുത്ത് നമ്മളും ഫോട്ടോ എടുത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങി വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് വൈകിട്ട് അണ്ണൻ്റെ റിസപ്ഷൻ ഉണ്ട്. കൊച്ചിനെയും ചെറുക്കനെയും വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതിന് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് റിസപ്ഷനായിട്ടാണ് അണ്ണൻ നടത്തുന്നത്. അപ്പോൾ അതിനും പോകണമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് റെഡിയൊക്കെ ആയപ്പോഴത്തേക്കിന് അണ്ണൻ്റെ വേറൊരു കൂട്ടുകാരനെയും വൈഫും കുഞ്ഞുങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് റിസപ്ഷൻ നടന്ന ഹാളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അണ്ണനും വൈഫും നമ്മുടെ വേറെ കുറേ ഫ്രണ്ട്സും എല്ലാവരുമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവരെ യാത്ര പറയുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ വൈകിട്ട് അണ്ണൻ്റെ കൊച്ചിൻ്റെയും വീട്ടിലോട്ട് കോന്നിയിലോട്ട് കൊണ്ട് പ്ലാൻ ചെയ്ത് നമ്മളെല്ലാവരും ആൺപിള്ളേർ കേട്ടോ. അങ്ങനെയല്ല അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.